ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. NSSൻ്റെ ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 7 ഡേയ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും NSSൻ്റെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. മറ്റു കുട്ടികൾക്കൊന്നും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, ക്യാമ്പ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായി ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ സ്റ്റുഡൻസ് പോർട്ടലിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമുക്ക് ആദ്യം വരിക ഇമെയിൽ പാസ്വേഡ് അടിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, ഒരു കുട്ടിയുടെ ഓപ്പൺ ചെയ്തിരുന്നു ഞാൻ. അത് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ താഴെ കാണാൻ ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷനുകൾ, അത് ഓപ്പൺ ചെയ്യുക. 4 സെമസ്റ്റർക്കും നമുക്ക് ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഫസ്റ്റ് സെമസ്റ്ററാണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. ഇതാ 7 മാർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് സബ്ജക്റ്റിക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ 2 പി ഉണ്ട്, ഒരു ബി, 2 സി ആണ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പി ജസ്റ്റ് പാസ് എന്നുള്ളത് 3 മാർക്ക് ആഡ് ചെയ്താലാണ് ആ കുട്ടിക്ക് കണ്ടാവുക. 3 മാർക്ക് ആഡ് ചെയ്താലാണ് സി എന്നുള്ള ഇതിലേക്ക് കടക്കാൻ പറ്റും. സി ആവാൻ വേണ്ടിയിട്ട് 3 മാർക്ക് ഞാൻ രണ്ടിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ 7 മാർക്കേ ഉള്ളൂ. ഞാനിവിടെ 2 എണ്ണത്തിന് ഇത് ചെയ്ത് 6 മാർക്ക് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ 1 മാർക്ക് ഇതിന് കൊടുക്കുകയാണ്. ഇതിന് വേണമെങ്കിലും കൊടുക്കാം. കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതേപോലെ എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇനി മാർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണില്ല വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ സെമസ്റ്ററുകളിലും പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്, ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ ആരും മറക്കരുത്, പ്രിൻറ്റ് ചെയ്ത് വെക്കുക വേണം. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.